സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കലുണ്ട്. നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ തുടങ്ങുന്ന സമയത്ത് അതായത് മുസ്ലിംസുകൾ ഇന്ന ഭാഗത്ത് നിന്ന് അവരെ പ്രീതിപ്പെടുത്തണം, ക്രിസ്ത്യൻസ് ഇന്ന ഭാഗത്ത് നിന്ന് അവരെ പ്രീതിപ്പെടുത്തണം. അപ്പോൾ ക്രിസ്ത്യൻസ് ഇങ്ങനെ പറഞ്ഞു, മുസ്ലിംസ് ഇങ്ങനെ പറഞ്ഞു, അവിടെ നായർ കൂടുതൽ, ഇവിടെ വാണിയർ കൂടുതൽ, അപ്പുറം നമ്പ്യാർ കൂടുതൽ, ഇപ്പുറം തീയർ കൂടുതൽ. ഈ ജാതിയും മതവും അല്ലാണ്ട് ഇവർ ഈ നാട് ഇപ്പോൾ കുറച്ച് വിഷമത്തിലുള്ള, നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം, പാവങ്ങളായ കുറേ ആൾക്കാർക്ക് വേണ്ടി എന്ത് പദ്ധതി നമുക്ക് കൊണ്ടുവരാം, ഇതൊന്നും ചിന്തിക്കാണ്ട് ഇവർ ഈ ജാതി മതവും ചില സ്ഥലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, കാസ എന്നുള്ള മറ്റൊരു സംഘടന വരിക, ചില ആൾക്കാർ പിന്നെ പറഞ്ഞിട്ട് പക്ഷേ ന്യൂനപക്ഷങ്ങൾ കംപ്ലീറ്റ് ഇന്ന ഭാഗത്ത് പോയി, ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ന പോലെ ചെയ്യണോ, അല്ലെങ്കിൽ ഭൂരിപക്ഷത്തുനിന്ന് കുറച്ച് ആൾക്കാർ ഇപ്പം അടർന്നു പോയി. ഈ പക്ഷങ്ങൾ പിടിക്കാണ്ട് ജനങ്ങളെ മാത്രം നിങ്ങൾ ഏതെങ്കിലും ഒരു ആരെങ്കിലും നിങ്ങൾ ചോദിക്കുന്നുണ്ട്. നമുക്കെന്താ വേണ്ടത്? ക്ഷേമ കാര്യങ്ങൾ, വികസന കാര്യങ്ങൾ, ഇതുപോലെയുള്ള കാര്യങ്ങൾ. പുതിയ എന്തെല്ലാം പല രാജ്യങ്ങളും വലിയ എന്താ പറയുക ഡെവലപ്മെൻറ്റിലൊക്കെ നമ്മൾ പിന്നെയും അടിയിലോട്ട് പോകുന്നു. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഈ മെമ്പർമാർ കൈയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആറ്റുകാല അമ്മേനെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ദൈവങ്ങളെ പിടിച്ച് ദൈവങ്ങൾക്ക് പോലും ലജ്ജ തോന്നുന്ന, ദൈവങ്ങൾക്ക് ഒരു ലജ്ജ തോന്നുന്ന ഒരു പരിപാടിയാണ് ഇവിടെ ഓരോരുത്തരും ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത്. നമുക്ക് ഓരോന്നും പറയാം. നമ്മുടെ രാജ്യത്തിൻ്റെ കടം നിങ്ങൾ നോക്കിയില്ല, 200 ലക്ഷം കോടിയാണ് കടം. ഗുജറാത്തിൽ ഇന്നലെ അങ്ങനെ വായിച്ചു, ഗുജറാത്തിൽ ഏതോ മല മുകളിൽ ഫുൾ ഇടിച്ച് 100 മീറ്റർ പരിധിയുള്ള ഏത് സ്ഥലം നമുക്ക് ഇടിക്കാൻ പോലും. നമ്മൾ ലോകസഭയിൽ നോക്കുമ്പോൾ എന്താ ചർച്ച ചെയ്യുന്നത്? ആരാ വന്ദേ മാതരം എഴുതി തരാം. ഇതിനെ പറ്റിയില്ലാന്ന് ചർച്ച ചെയ്യുന്നത്. ജനങ്ങൾക്ക് വേണ്ടുന്ന ഒരു കാര്യങ്ങളും ചർച്ച ചെയ്യുന്നില്ല. ഇപ്പോൾ അയ്യപ്പൻ്റെ പൊന്നുകെട്ട കഥയാണ്. ജനങ്ങൾക്കത് ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു കാർഡിൽ അയ്യപ്പൻ്റെ പൊന്ന് കട്ടിയുന്ന ആൾക്കാരാണ്. അവർക്ക് ഇതന്നെ അത് അവരെ പിടിച്ചോളൂ. അതാർക്കറിയാത്ത അത് ഏത് രാഷ്ട്രീയ കക്ഷിയും ഭാഗത്ത് പറയുന്നില്ല. ആരായാലും ഏത് കക്ഷികളായാലും അതൊക്കെ പിടിച്ചുകൊള്ളൂ. അതിനൊക്കെ ഇവിടെ സംവിധാനമുണ്ട്. കക്കാത്ത അയ്യപ്പൻ്റെ മാത്രമല്ല, ലോകത്തിൽ ആരെ കട്ടവര മൊത്തം പിടിക്കണം. കട്ടവര ഒരാളിവിടെ നമുക്ക് സംരക്ഷിക്കേണ്ട ഒരാവശ്യമില്ല. കട്ടവര ആരും പിടിക്കണം. അയ്യപ്പൻ്റെ ദൈവത്തിന് നിങ്ങൾ ഇന്ന സാധനം പോകണം, അല്ലെങ്കിൽ പൊന്നിൻ്റെ കുരിശ് പോകണം, അല്ലെങ്കിൽ ഒരു ദൈവവും നമ്മളോട് പറഞ്ഞിട്ടില്ല ഇന്ന സാധനം പോകണം. നമ്മൾ വീണ്ടും നമ്മളിപ്പോൾ കുത്തോട്ട് ജനങ്ങൾ ഇറങ്ങി നോക്കുക. നമ്മളെ മക്കളെ നിങ്ങൾ എന്നും തന്നെ ഇതുപോലെ ഒന്ന് പഠിപ്പിക്കാൻ നിൽക്കണം. അവരൊക്കെ ഒന്ന് പുതിയൊരു ട്രെൻഡായിട്ട് വളർന്നോട്ടെ. നമ്മൾ ഈ പഴയ മതങ്ങളും ദൈവങ്ങളെയൊക്കെ കുത്തി നിറച്ച് നമ്മളിപ്പോൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് നമ്മൾ കേരളം എന്നൊരു ഇന്ത്യ മൊത്തം നമ്മൾ കുത്തോട്ടേക്ക് ഇറങ്ങി പോകുന്നു. പല രാജ്യങ്ങളും ഒരു 50 കൊല്ലം മുന്നോട്ടാകുമ്പോൾ നമ്മളിപ്പം പഴയ കാലത്തിലേക്ക് പോകുന്നു. അതായത് പണ്ട് ബ്രിട്ടീഷുകാർ നമ്മളെ കൊണ്ട് എന്താ ചെയ്യിപ്പിച്ചു, അത് ഇപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ഏത് കാര്യമായാലും, തൊഴിൽ മേഖലയായാലും, അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷാ കാര്യങ്ങളായാലും, അല്ലെങ്കിൽ ഈ പുകമഞ്ഞ്, അങ്ങനത്തെ ഒരുപാട് ഒരു കാര്യങ്ങൾ അവർക്ക് ശ്രദ്ധയില്ല. അവർക്ക് ഇങ്ങനെ വലിയ 30 കോടി ചിലവാക്കി ചെയ്തതിൻ്റെ അമ്പലം സൃഷ്ടിക്കണം, ബാബർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കണം. ഇതാണ് ഇവർക്ക് കാഴ്ചപ്പാട്. നമ്മൾ നാട് എങ്ങോട്ടാകും? നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യം.